തൃശൂർ ചേലക്കരയിലും കാട്ടാന ശല്യം വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശവാസികളുടെ കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു. ജീവൻ പോലും ആശങ്കയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് മാത്രമല്ല, വീട്ടുമുറ്റത്ത് എത്തുന്നതും സ്ഥിരം കാഴ്ചയായി മാറി എന്നാണ് നാട്ടുകാരുടെ പരാതി. വനമേഖലയല്ലാത്ത ഇടങ്ങളിലും കാട്ടാന എത്തുകയാണ്. കുതിരാൻ തുരങ്കം വന്നതിന് പിന്നാലെ നാട്ടിൽ ഇറങ്ങുന്ന ആനകളുടെ എണ്ണം വർദ്ധിച്ചെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പലതവണയാണ് വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. ഈ ആനകൾ ദിവസം വന്ന് ഒന്നില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ കിള്ളിമംഗലം, അല്ലെങ്കിൽ ഉദൂടി, അല്ലെങ്കിൽ തോട്ടേക്കോട് പ്രാന്തപ്രദേശങ്ങളിൽ ഇറങ്ങി ജനങ്ങളെ, കൃഷിക്കാരെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങും വാഴയും കവുങ്ങളും എല്ലാം ചവിട്ടി നശിപ്പിക്കലും തിന്നലും കാര്യങ്ങളൊക്കെയാണത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അത് ഫോറസ്റ്റുകാർ ദിവസം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട്, അവർ ഓടിക്കുന്നുണ്ട്, നാട്ടുകാർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇതിന് വേണ്ട ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഈ കാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഈ പരിസരത്ത് നിന്ന് മാറ്റി വീഴ്ചയോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ എവിടുന്നാണോ വന്ന് അവിടേക്ക് വിടുക. അതാണ് നമുക്ക് വേണ്ടത്. തോന്നൂർക്കര തോട്ടേക്കാട് സൗരോർജ്ജ വേലിക്ക് മുകളിലേക്ക് മരം മറിച്ചിട്ട് പറമ്പിൽ കയറിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഉതുവടിയിൽ മതിൽ തകർത്ത് കാട്ടാന വീട്ടുമുറ്റത്ത് എത്തിയത് തുടർച്ചയായ 2 ദിവസങ്ങളിൽ. മുള്ളൂർക്കര 10ാം വാർഡ് വളവിൽ ഇറങ്ങിയ കാട്ടാനയെ കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി. കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പും സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കാട്ടാനകളെ തുരത്തി കുതിരാൻ തുരങ്കത്തിന് അപ്പുറത്ത് എത്തിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.